ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. 10th ലെവലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വുമൺസ് കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും 2024 നടന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. തെറ്റാണ്. 31 1932 കേട്ടോ. 32. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കൾ. ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അതും ശരിയാണ് കേട്ടോ. അപ്പം ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2, 3, 4 എന്നുള്ളതാണ്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭവും ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കളും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. ഇവയെ ചേരുംപടി ചേർക്കുക. വട്ടമേശ സമ്മേളനം നടന്നിരുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം എന്നത് 1931 ഓക്കെ. ഇനി പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1922 കേട്ടോ. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. അതെന്നാണ്? 1928. കാരണമായ സംഭവം ചെറിയ സംഭവമാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് എന്നാണ്? ബർദോളി സത്യാഗ്രഹം നടന്നത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടേ. നമ്മൾ പറയാം. രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1939 കേട്ടോ. 39. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922. ബർദോളി സത്യാഗ്രഹം 1928 കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന 1931. പ്രവിശ്യകളുടെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1939. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് 1922. ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആദ്യം നടന്നിരിക്കുന്നത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, രണ്ടാമത് ലോങ് മാർച്ച്, അതിനുശേഷം ജപ്പാൻ്റെ ചൈന ആക്രമണം, പിന്നെയാണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം. ആദ്യം നടന്ന ചൈനയിൽ റിപ്പബ്ലിക് വിപ്ലവം നടന്നു, അതിനുശേഷം ലോങ് മാർച്ച് നടന്നു, ജപ്പാൻ്റെ ചൈന ആക്രമണം ഉണ്ടായി, പിന്നെ മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ശരിയായിട്ടുള്ളത് 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പം ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച വർഷം 1946. അത് എത്ര അംഗങ്ങളായിരുന്നു? 3 അംഗങ്ങളായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം അതായത് യോജിപ്പിച്ച് എഴുതാനാണ് കേട്ടോ. കാൻപൂറി നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. അറയിൽ ആരായിരുന്നു? അറയിൽ
അറയിൽ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ഓക്കെ, കൻവർ സിംഗ് ആണ് അറയിൽ നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ബറൗട്ടിൽ ആരാ? ഷാ മഹൽ ആണ്. ഓക്കെ, അപ്പോൾ അറയിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ കാൺപൂരി നാനാ സാഹിബ്, അറയിൽ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷായും ബറൗട്ടിൽ ഷാമൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റിയിട്ടുള്ളത്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റായ പ്രസ്താവന 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് തെറ്റ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്ന് 1995 ജാനുവരി 1. ഓക്കെ, WTOയുടെ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ് 1995 ജാനുവരി 3 ഓക്കെ. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ഏത് പാറ പൊടിഞ്ഞാണ്? ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട് പാറയാണ്. ബസാൾട്ട് പാറ പൊടിഞ്ഞിട്ടാണ് പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷി അനുയോജ്യമായ കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാനിന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദിരാ കനാൽ എന്തിനു വേണ്ടിയാണ്? ഉത്തര രാജസ്ഥാനിൽ ജലസേചനത്തിന് വേണ്ടിയാണ് ഇന്ദിരാ കനാൽ. അത് ഏത് നദിയിലാണ്? അത് സത്ലജ് നദിയിലാണ് ഇന്ദിരാ കനാൽ. ഉത്തര രാജസ്ഥാനിൽ. പളനി മലകൾ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 23 ഇത് ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. 107 23. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. GDP നിരക്ക് വർദ്ധിപ്പിച്ചു, വിദേശ നാണയശേഖരം വർദ്ധിപ്പിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ചു. ഇത് മൂന്നുമാണ് കേട്ടോ. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടണാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനവും വാഷിങ്ടണാണ്. അപ്പോൾ ലോക വ്യാപാര സംഘടന WTO പ്രവർത്തനം ആരംഭിച്ചത് 1995. നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആസ്ഥാനം ജനീവ. ലോക ബാങ്ക് വാഷിങ്ടണ്. അന്താരാഷ്ട്ര നാണയനിധിയും വാഷിങ്ടണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്ര മോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യൻ പ്രധാനമായ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. 1, 2, 3, 4 എന്നുള്ളത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്?
ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9. ഓക്കെ, 1946 ഡിസംബർ 9 ഭരണഘടന സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ക്യാബിനറ്റ് നിർദ്ദേശ് മിഷൻ്റെ പ്ലാൻ പ്രകാരമാണ് സമിതി രൂപീകരിച്ചത്. 1, 3 ശരി. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷന് ഏത്? അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഏത്? ലോകായുക്ത, സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ. ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി. നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതിയാണ് ചോദിച്ചത്. നവകേരള സദസ്സ്, ലൈഫ് മിഷൻ, ഹരിതകേരളം മിഷൻ, ആർദ്ര മിഷൻ, ഇതൊക്കെ നവകേരളം കർമ്മ പദ്ധതിയിൽ വരുന്നതാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ശരിയാണ്. ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. വോട്ടിംഗ് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും. തെറ്റ്. അപ്പം പ്രസ്താവന 3 എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് എന്താണ്? കർത്തവ്യപഥ് എന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ വായിച്ച് ഉത്തരം എഴുതുക. ഇത് PSC ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമായിരുന്നു. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്നതാണ് നിരാമയ. CAG പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. CAG പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് CAG ആണ്. ശരിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർക്കാണ്. അതും ശരിയാണ്. പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. തെറ്റാണ്. സോ പ്രസ്താവന 3 തെറ്റാണെന്നുള്ളതാണ് കേട്ടോ. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. ഇത് ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇവരിത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. സൂര്യനെ പറ്റി പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആദിത്യ L1 എന്നുള്ളത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എഴുതുക. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് 3 ശരിയാണ്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നത്.
1/3 സീറ്റുകളിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുകയും 29 വിഷയങ്ങളെ ഉൾപ്പെടുത്തി 11ാം പട്ടിക, ഏതാണ് 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാവുന്നത്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടന, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. തദ്ദേശ സ്വയംഭരണം കൺകറന്റ് ലിസ്റ്റിലല്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറലാണ്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ പരിശോധന സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന രോഗകാരിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ്, CFC ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ ഡയോക്സൈഡ്, മീഥൈൻ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ? സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്ന താഴെ പറയുന്ന ഏതു മാധ്യമത്തിലാണ്? പരമാവധി വേഗത ലഭിക്കുന്നത് അലൂമിനിയത്തിലാണ്. സ്റ്റീല്, അലൂമിനിയം, ഇതിനകത്തൊക്കെ മെറ്റൽസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് വേഗത. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏത്? ലാസിക് സർജറിക്ക് അൾട്രാവയലറ്റ് ആണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഭൂഗുരുത്വം, ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലാണ്. മധ്യത്തിൽ 0 ആയിരിക്കും. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ആഗസ്റ്റ് 23, 2023. ആഗസ്റ്റ് 23, 2023 ചന്ദ്രയാൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ അറിയപ്പെടുന്നതാണ് ഐസോടോപ്പുകൾ. ഐസോബാറുകൾ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ളത്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഐസോടോപ്പുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകര ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. ഈ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം കൂടുതലുള്ളത് നൈട്രജനാണ് കേട്ടോ. ഫ്ലൂറിൻ ഉണ്ടെങ്കിൽ ഫ്ലൂറിനായിരുന്നിരിക്കണം കൊടുക്കേണ്ടിയിരിക്കുന്നത്. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം? ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം എഴുതുക. അമോണിയ. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കാനാണ് ഇൽമണൈറ്റ് ഉപയോഗിക്കുന്നത്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം പടയണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൈരവിക്കോലം. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം ആരുടെയാണ്? P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 7 ആണ് കേട്ടോ. വാട്ടർ പോളോയിൽ പങ്കെടുക്കുന്ന അംഗം എത്രയാണ്? 7 പേരാണ്. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത് ആരാണ്? ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ശരചന്ദ്രിക. അത് രചിച്ചത് ആരാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. PSC ഡിലീറ്റ് ചെയ്തതാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക കാന്ത്രി എന്ന നോവൽ ആരുടേതായിരുന്നു? V. ഷിനിലാലിൻ്റെയാണ് കേട്ടോ. സമ്പർക്ക ക്രാന്തി V. ഷിനിലാലിൻ്റെയാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. റോജിൻ തോമസ്.
നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സ് ചെയ്ത് നോക്കിയെങ്കിലേ അറിയാൻ പറ്റൂ. ഇംഗ്ലീഷ് പാർട്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ആൻ വെഡിങ് ഐ ഡാഷ്. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഹാഡ് അറ്റൻഡഡ് ആണ്. ഓക്കെ, ഹാഡ് അറ്റൻഡഡ് ഇവിടെ നോക്കിയപ്പോൾ ഐ ഹാഡ് അറ്റൻഡഡ് ആണ് വരുന്നത്. സോ കുഡ് ഹാവ് മീറ്റ് ഹിം എന്നാണ് വരുന്നത് കേട്ടോ. കുഡ് ഹാവ് മെറ്റ് ഹിം എന്നാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? കൊളീഗ്, COLLEAGUE എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വെർബ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ്. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെദർ. കാൾഡ് ഓഫ്, നിർത്തിവെച്ചു എന്നുള്ള ഒരർത്ഥം. കാൾഡ് ഓഫ്. ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. യൂഷ്വലി, ഇവിടെ യൂഷ്വലി വന്നതുകൊണ്ട് ഗോസ് ആണ് വരുന്നത് കേട്ടോ. ഗോസ്. നെക്സ്റ്റ്, the cutlery I bought yesterday dash quite expensive. ഈസ് ആണ് വരുന്നത് കേട്ടോ. വിച്ച് among the following is an adjective. താഴെ തന്നിരിക്കുന്നവ അഡ്ജക്റ്റീവ് ഏതാണ്? മൺഡെയിൻ എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, ചേഞ്ച്, സെൻറ്റൻസ് ചേഞ്ച് ചെയ്യണം. someone has asked John to make a speech at the meeting. John has been asked to make a speech at the meeting by someone. Pick out the word from the option which means to swear falsely. To swear falsely. Perjure എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ്റെ എഴുതുക. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഷാൾ വി. വിച്ച് among the following is a synonym of the word പെൻസീവ്? പെൻസീവ് എന്ന് പറയുന്നത് ഏതാണ്? കണ്ടംപ്ലേറ്റീവ്. പെൻസീവ് എന്ന് പറയുന്നത് കണ്ടംപ്ലേറ്റീവ്. ശരിയായ രൂപം മലയാളമാണ്. ശരിയായ രൂപം കൈയെഴുത്ത്. നെന്മണി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നേ? നെൽ അധികം നെല്ല് അധികം മണി എന്നാണ് കേട്ടോ. നെല്ല് അധികം മണി എന്നുള്ളതാണ് നെൽമണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്നാണ് കേട്ടോ. വൈയാകരണം എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ചിലർ എന്ന പദം ഏതു വചനമാണ്? ചിലർ എന്ന പദം ചിലർ അലിംഗ ബഹുവചനമാണ് കേട്ടോ. അലിംഗ ബഹുവചനം. പല്ലവപൂടം. പല്ലവപൂടം എന്ന് പറയുന്നത് എന്താണ്? പല്ലവത്തിൻ്റെ പൂടം. മഞ്ഞ്. മഞ്ഞിന് അർത്ഥം വരുന്ന വാക്കാണ് പ്രാലേയം. പ്രാലേയം. മഞ്ഞ്, പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം. മാൻ എന്ന് പറഞ്ഞാൽ ഏണം, മാൻ. ച അധികം ഉന്നു. ച അധികം ഉന്നു എന്നുള്ളത് ഇത് ഡിലീറ്റ് ചെയ്തതാണ്. ശരിയായ വാക്യം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. അതാണ് ശരിയായിട്ടുള്ളത്. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം. സുപ്രസിദ്ധം, കുപ്രസിദ്ധം. നെക്സ്റ്റ്, ഇത് വുമൺസ് കോൺസ്റ്റബിളിൻ്റെ ആയിട്ട് അതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യങ്ങളാണ്. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയും ജനറൽ ആയിട്ട് പാർട്ടിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.